ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഓപ്പറേറ്റേഴ്സിൽ നമ്മൾ അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സും റിലേഷണൽ ഓപ്പറേറ്റേഴ്സും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, അതേപോലെ തന്നെ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്, ഇത്രയും കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി അതിലൊരു 3 ഓപ്പറേറ്റേഴ്സും കൂടി ബാക്കിയുണ്ട്. ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സും സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സും ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സും. അതിൽ ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് സൈനാണ്, 2 പ്ലസ് സൈന്, അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഒന്നുമില്ല, 2 പ്ലസ് സൈനും. അതേപോലെ തന്നെ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മൈനസ് സൈനാണ്. ആ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യാനും ഡിക്രിമെൻ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ മൈനസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ബോത്ത് ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ഓൺ എ സിംഗിൾ ഓപ്പറൻറ്റ് ഓർ വേരിയബിൾ. 2 ഓപ്പറേറ്ററും ഒരു സിംഗിൾ വേരിയബിളിൻ്റോട് കൂടെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ താഴെ എക്സാമ്പിൾ നോക്കാം, പ്ലസ് എ അല്ലെങ്കിൽ A++. അപ്പോൾ ഒരു സിംഗിൾ ഓപ്പറൻറ്റിനോട് കൂടിയായിരിക്കും എന്ത് ചെയ്യുക, ഇൻക്രിമെൻ്റ് ആണെങ്കിലും ഡിക്രിമെൻ്റ് ആണെങ്കിലും ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ യൂണറി ഓപ്പറേറ്റർ എന്നാണ് പറയാം. ഈ യൂണറി ഓപ്പറേറ്ററിന് ഹൈ പ്രയോറിറ്റിയാണുള്ളത്. ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രസിഡൻസും പ്രയോറിറ്റിയും കാര്യങ്ങളും ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ട് ഈ മൊഡ്യൂളിൽ തന്നെ. ആ സമയത്ത് നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. എന്തായാലും ഇപ്പോൾ അങ്ങനെ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററിനും ഹൈ പ്രയോറിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് വേറെ ഏതെങ്കിലും ഓപ്പറേറ്റർ ഉണ്ടെച്ചെങ്കിലും ആദ്യം ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ ഓപ്പറേഷൻ നടന്നതിന് ശേഷം ബാക്കി നടക്കുകയുള്ളൂ. ഹൈ പ്രയോറിറ്റിയാണ് ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററിന് വരുന്നത്. അപ്പോൾ പ്ലസിനെ നമ്മൾ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററും മൈനസിനെ നമ്മൾ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്നാണ് പറയാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് A = 5 എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യുക, 5 എന്നുള്ളത് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, ആ Aയിൽ എന്തുണ്ടാവും, 1 ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും, 5 എന്താവും 6 ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം A++ എന്ന് പറഞ്ഞു അല്ലേ, ++ A എന്നും യൂസ് ചെയ്യുക, A++ എന്ന് യൂസ് ചെയ്യുക. ഇത് 2 കാറ്റഗറി. ഇനി അതിൻ്റെ ടൈപ്സ് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നുകൂടെ മനസ്സിലാവും. അപ്പം ++ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, Aനോട് കൂടെ 1 ഇൻക്രിമെൻറ്റ് ചെയ്യും, 5നോട് കൂടെ 1 കൂട്ടുമ്പോൾ 6 ആവും. അത് ഇനിയിപ്പോൾ Aയിലുണ്ടെന്ത് 6 ആണുള്ളത്. ഇനി എന്ത് ചെയ്യുക, A++ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6നോട് കൂടെ 1 ഇൻക്രിമെൻറ്റ് ചെയ്യും, അപ്പോൾ എന്താവും 7 ആവും. ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യുക, മൈനസ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 എന്ത് ചെയ്യും, 1 കുറക്കും, അപ്പോൾ എന്ത് ചെയ്യും, അത് 6 ആവും. പിന്നെ എന്ത് ചെയ്യും, A- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എന്ത് ചെയ്യും, 1 കൂടെ കുറക്കും, അപ്പോൾ എന്ത് ചെയ്യും, അത് മൈനസായിട്ട് മാറുമ്പോൾ എന്തുണ്ടാവും, Aൻ്റെ വാല്യൂ 5 ആയിട്ട് മാറും. ഇതാണ് പ്ലസും മൈനസും ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചൊരു ഭാഗമാണ്. 2 കാറ്റഗറി അല്ലേ, 2 വേസ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ, 2 മെത്തേഡിൽ എങ്ങനെ ഇത് ചെയ്യാം, എങ്ങനെയാണ് അതിൻ്റെ 2 കാറ്റഗറി എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഭാഗം കുറച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ടൈപ്സ് ഓഫ് ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ. ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററിനെയും ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററും ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററിനും നമുക്ക് എന്ത് ചെയ്യാം, 2 വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഹെഡിങ്ങിൽ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററിനെ 2 മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. ഒന്ന് പ്രീ ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ്, പോസ്റ്റ് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ്. അതായത് പ്രീ ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ പ്രീ ഡിക്രിമെൻ്റ്, പോസ്റ്റ് ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഡിക്രിമെൻ്റ് അല്ലേ. പ്രീയും പോസ്റ്റുമായിട്ട് 2 രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻക്രിമെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റത്തെ പ്രീ ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ പ്രീ ഡിക്രിമെൻ്റ് എങ്ങനെയെന്നില്ല നോക്കാം. പ്രീ ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ പ്രീ ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്തുണ്ടാവും, ഓപ്പറേറ്റർ ആയിരിക്കും വരിക, പ്ലസ് A, അതേപോലെ തന്നെ മൈനസ് A. അതായത് പ്രീ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ++A ആണെച്ചെങ്കിൽ അതെന്ത് ചെയ്യാം,
പ്രീ ഇൻക്രിമെൻ്റ് ആണ്. മൈനസ് മൈനസ് എ VAR വാർ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പ്രീ ഡിക്രിമെൻ്റ് എന്നാണ് ഇതിന് പറയാം. ഓക്കെ, പ്ലസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഇൻക്രിമെൻ്റ് ആണ്. മൈനസ് മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിക്രിമെൻ്റ് ആണ്. ഓക്കെ, അപ്പം ഈ പ്രീ ഇൻക്രിമെൻ്റ് in pre-increment or decrement, the increment and decremental operator is used as പ്രിഫിക്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പറേറ്റർ യൂസ് ചെയ്യാന്ന് വെച്ചെങ്കിൽ അതാണ് പ്രീ ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ പ്രീ ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഈ പ്രിഫിക്സ് ആയതുകൊണ്ട് തന്നെ ഇതിനെ പ്രിഫിക്സ് ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ പ്രിഫിക്സ് ഡിക്രിമെൻ്റ് എന്നാണ് പറയാം. മനസ്സിലായോ? പ്രീ ഇൻക്രിമെൻറ്റിന് പ്രിഫിക്സ് ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ പ്രിഫിക്സ് ഡിക്രിമെൻ്റ് എന്നാണ് ഇതിനെ പറയാം. ഓക്കെ, ഇതെന്ത് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പ്രീ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഇൻക്രിമെൻ്റ് ദ വാല്യൂ increment the value and pre-decrement operator decrease the value of the variable. വേരിയബിളിന് ഒരു വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാനും ഒരു വാല്യൂ കുറക്കാനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രീ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, പ്രിഫിക്സ് ആയിട്ടായിരിക്കും ആദ്യം ഓപ്പറേറ്റർ വരും, അത് കഴിഞ്ഞതിന് ശേഷം ഓപ്പറൻറ്റ് വരും. അതാണ് പ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫിക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വേരിയബിൾ ആയിരിക്കും, അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, ഓപ്പറേറ്റർ വരിക. അപ്പം വാർ പ്ലസ് അതേപോലെ തന്നെ വാർ മൈനസ് അത് പോസ്റ്റ് ഇൻക്രിമെൻറ്റും പോസ്റ്റ് ഡിക്രിമെൻറ്റും. അത് സഫിക്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോസ്റ്റ് ഇൻക്രിമെൻറ്റിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഡിക്രിമെൻറ്റിൽ ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ത് ചെയ്യുക, സഫിക്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് ചെയ്യുക, പോസ്റ്റ് ഫിക്സ് ഇൻക്രിമെൻ്റ് എന്നാണ്. പ്രിഫിക്സ് ഇൻക്രിമെൻറ്റും പോസ്റ്റ് ഫിക്സ് ഇൻക്രിമെൻറ്റും മനസ്സിലായില്ലേ? ഇതിന് പോസ്റ്റ് ഫിക്സ് ഇൻക്രിമെൻ്റ് എന്നാണ് ഇതിനെ പറയാം. അപ്പം പ്രിഫിക്സ് ഇൻക്രിമെൻ്റ് എന്താണെന്നും അല്ലെങ്കിൽ പ്രിഫിക്സ് ഇൻക്രിമെൻ്റ് ഡിക്രിമെൻ്റ് എന്താണെന്നും പോസ്റ്റ് ഫിക്സ് ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ പ്രീ ഇൻക്രിമെൻറ്റും പോസ്റ്റ് ഇൻക്രിമെൻറ്റും ആ സംഭവമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സാമിന് എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ രണ്ടും എന്താണ്, ഓരോ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാനും, ഇപ്പോൾ പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണെങ്കിലും പ്രീ ഇൻക്രിമെൻ്റ് ആണെങ്കിലും ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒന്ന് ഓപ്പറേറ്റർ എന്ത് ചെയ്തു, ഓപ്പറേറ്റർ ആദ്യം വന്നു, രണ്ടാമത് വേരിയബിൾ കഴിഞ്ഞതിന് ശേഷം വന്നു എന്നുള്ള വ്യത്യാസമാണ്. പക്ഷേ ഇതെന്ത് ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ പ്രോഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും എന്താണ് ഈ പ്രീയും പോസ്റ്റ് ഇൻക്രിമെൻറ്റും പ്രീ ഇൻക്രിമെൻറ്റും തമ്മിൽ വ്യത്യാസം എന്താണെന്നുള്ളത് അടുത്ത എക്സാമ്പിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, വേരിയബിളിൻ്റെ മുമ്പ് നമ്മൾ ഓപ്പറേറ്റർ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അതിനെ പ്രീ ഇൻക്രിമെൻറ്റും, വേരിയബിൾ കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ പോസ്റ്റ് ഇൻക്രിമെൻറ്റ് എന്നാണെന്ന് പറയാം. ഓക്കെ, അപ്പം ഇതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നമുക്ക് നോക്കാം. ഉണ്ടോ? ഇപ്പോൾ ഇതിൽ നോക്കിയേ, ഇൻറ്റ് a = 5 എന്നാണ്, b = 5 എന്ന് പറഞ്ഞിട്ട് രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എയിൽ 5ഉം ബിയിൽ 5ഉം സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ വേറെ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, പ്രിഫിക്സ് പോസ്റ്റ് ഫിക്സ് പറഞ്ഞ രണ്ട് വേരിയബിൾ നമ്മൾ എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. ഇനി നോക്കിയേ, പ്രിഫിക്സ് ആദ്യം നോക്കാം. പ്രിഫിക്സ് = ++a. ഓക്കെ, പ്രിഫിക്സ് ++a എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ നമ്മൾ എയിൽ ഓൾറെഡി 5 ഉണ്ടായിരുന്നു, അതിനോട് കൂടെ 1 കൂട്ടി, അപ്പോൾ എന്തായിരിക്കും, 6 ആയിരിക്കും ഉണ്ടായിരിക്കുക. പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞിട്ട് ആ സംഭവം എന്ത് ചെയ്തു, അവിടെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് നോക്കാം. അപ്പോൾ നോക്കിയേ, അതിൻ്റെ ഔട്ട്പുട്ട് എന്താവും, 5 1 കൂടിയിട്ട് 6 ആയിട്ടുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഇനി അതേപോലെ തന്നെ ബിക്ക് 5 ഉണ്ട്. അടുത്ത് നോക്കിയേ, പോസ്റ്റ് ഫിക്സ് =b++ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം ++a കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, 5 6 ആയി മാറി. രണ്ടാമത് നോക്കിയാൽ b++ എന്നാണ് കൊടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, ആ ബീനെ അല്ലെങ്കിൽ ആ പോസ്റ്റ് ഫിക്സിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ വാല്യൂ 5 തന്നെയാണ്. മുകളിൽ നോക്കിയാൽ ++a കൊടുത്ത സമയത്ത് എന്ത് ചെയ്തു, 5 എന്നുള്ളതൊന്ന് 6 ആക്കി മാറിയതിന് ശേഷം അത് അതിലോട്ട് തന്നെ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലായി? രണ്ടാമത് എന്ത് ചെയ്യുക, ആദ്യം ബിയിലെ വാല്യൂ പോസ്റ്റ് ഫിക്സിൻ്റെ വേരിയബിൾക്കാണ് സ്റ്റോർ ചെയ്യും, എന്നിട്ട് പിന്നെ ബീൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് നടത്തുള്ളൂ. അപ്പോൾ ഈ ബീൻ്റെ വാല്യൂ 6 ആയിട്ടുണ്ട്. എപ്പോൾ ഇനി ഇതിന് ശേഷം നമ്മൾ ബീൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതെന്താവും, 6 ആയി മാറിയിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, എക്ക് 5ഉം ബിക്ക് 5 എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾ സ്റ്റോർ ചെയ്തു, രണ്ടുക്കും 5 സ്റ്റോർ ചെയ്തു. അപ്പോൾ പ്രിഫിക്സ് =++a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാല്യൂ എന്ത് ചെയ്തു, 5 1 കൂട്ടും, 6 ആവും, എന്നിട്ട് പ്രിഫിക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യും. രണ്ടാമത് പോസ്റ്റ് ഫിക്സിൽ എന്ത് ചെയ്തു, b++ എന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ബീൻ്റെ വാല്യൂ പോസ്റ്റ് ഫിക്സിക്കാണ് സ്റ്റോർ ചെയ്യും, എന്നിട്ട് പിന്നെ ബീൻ്റെ വാല്യൂ
ഇൻക്രിമെൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഇൻക്രിമെൻറ്റ് ചെയ്ത വാല്യൂ അല്ല അതിൽ സ്റ്റോർ ചെയ്യുക, ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള വാല്യൂ ആണ് പോസ്റ്റ് ഫിക്സിൽ സ്റ്റോർ ചെയ്യുക. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ ഡിക്രിമെൻറ്റിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഡിക്രിമെൻറ്റിൻ്റെ എക്സാമ്പിൾ അങ്ങനെ തന്നെയാണ്. എക്ക് എന്ത് ചെയ്യും 5ഉം ബിക്ക് 5 സ്റ്റോർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രിഫിക്സ് ഈക്വൽ ടു മൈനസ് എ. അപ്പോൾ എന്ത് ചെയ്യും, എൻ്റെ വാല്യൂ 5 എന്നൊന്ന് കുറക്കും, 4 ആവും. എന്നിട്ട് പ്രിഫിക്സിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിഫിക്സ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 ആയിരിക്കും വരിക. മനസ്സിലായില്ലേ? ഇനി പോസ്റ്റ് ഫിക്സ് നോക്കിയാൽ ഈക്വൽ ടു ബി മൈനസ്. ആദ്യം എന്ത് ചെയ്യും, ബിയിലെ വാല്യൂ പോസ്റ്റ് ഫിക്സിക്കാൻ സ്റ്റോർ ചെയ്യും. ബിയിലെ വാല്യൂ എന്താ 5 ആണ്, 5 ആയിക്ക് സ്റ്റോർ. എന്നിട്ട് പിന്നെ ബീൻ്റെ വാല്യൂ മൈനസ് ചെയ്യുള്ളൂ. നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യണത് എന്താ, പോസ്റ്റ് ഫിക്സ് എന്നുള്ള വേരിയബിളിലെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ എന്ത് ചെയ്യാം, ബി പ്രിൻറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്തായിട്ടുണ്ടാവും, 4 ആയിട്ടുണ്ടാവും. മനസ്സിലായി? പക്ഷേ അത് ഈ പോസ്റ്റ് ഫിക്സ് ഈക്വൽ ടു ബി മൈനസ് പറഞ്ഞ സമയത്ത് ബീൻ്റെ വാല്യൂ ഒന്ന് കുറച്ചിട്ടല്ല സ്റ്റോർ ചെയ്യുക. അങ്ങനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, മൈനസ് ആദ്യം വരേണ്ടിയിരുന്നു, മൈനസ് ബി വരേണ്ടിയിരുന്നു. മനസ്സിലായോ? ഇപ്പോൾ ബീൻ്റെ വാല്യൂ പോസ്റ്റ് ഫിക്സൊക്കെ സ്റ്റോർ ചെയ്യും മൈനസ് ചെയ്യാതെ. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത അറ്റംപ്റ്റിൽ ബീൻ്റെ വാല്യൂ നോക്കുമ്പോഴേ ബീൻ്റെ വാല്യൂ കുറഞ്ഞതായിട്ട് നമുക്ക് കാണുള്ളൂ. മനസ്സിലായി? ഇതാണ് പ്രിഫിക്സ് ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ്, പോസ്റ്റ് ഫിക്സ് ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത് നമുക്ക് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സാണ്. സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് എന്തുണ്ട്, മെയിനായിട്ട് 4 കാറ്റഗറി സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് സി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് കോമ ഓപ്പറേറ്റർ, രണ്ടാമത് സൈസ് ഓഫ് ഓപ്പറേറ്റർ, മൂന്നാമത് പോയിൻ്റർ ഓപ്പറേറ്റർ. പോയിൻ്റർ ഓപ്പറേറ്ററിലും അഡ്രസ് സിമ്പൽ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സ്റ്റാർ ഉണ്ടാവും, ആസ്ട്രിക് സൈൻ ഉണ്ടായിരിക്കും. അടുത്തത് മെമ്പർ ഓപ്പറേറ്റർ ഡോട്ടും ആരോ, ഒരു മൈനസും ഗ്രേറ്റർ ദാൻ സൈനും കൂട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ആരോ എന്നാണ് പറയുക, ആരോ ഓപ്പറേറ്റർ എന്നാണ് പറയുക. ഓക്കെ, ഈ ആരോ ഓപ്പറേറ്റർ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഈ യൂണിയനും സ്ട്രക്ചറൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാറുണ്ട്. അതിൽ മെമ്പർ വേരിയബിളിനെ ആക്സസ് ചെയ്യാനും വാല്യൂ സ്റ്റോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും 4 സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഒന്ന് കോമ ഓപ്പറേറ്ററും, ഒന്ന് സൈസ് ഓഫ് ഓപ്പറേറ്ററും, പിന്നെ പോയിൻ്റർ ഓപ്പറേറ്ററും, മെമ്പർ ഓപ്പറേറ്ററും. ഓക്കെ, ഇങ്ങനെ 4 ഓപ്പറേറ്റർ ഉണ്ട്. അതിൽ പോയിൻ്റർ ഓപ്പറേറ്റർ എന്താണെന്ന് നോക്കാം. ദ പോയിൻ്റർ ഓപ്പറേറ്റർ ഫസ്റ്റത്തെ അല്ലേ, മൂന്നാമത്തെ പോയിൻ്റർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് സിമ്പിൾ ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദ അഡ്രസ് ഓഫ് ദി വേരിയബിൾ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ വേരിയബിൾ ഇൻറ്റ് എക്സ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റോർ ചെയ്തില്ലേ, ഇതേപോലെ തന്നെ സിയിൽ വേറൊരു കാറ്റഗറി വേരിയബിൾ ഉണ്ട്, പോയിൻ്റർ വേരിയബിൾ എന്ന് പറഞ്ഞിട്ട്. ആ വേരിയബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ തന്നെ ഡിക്ലെയർ ചെയ്യുക. പക്ഷേ വേരിയബിളിൻ്റെ മുമ്പ് ഇപ്പോൾ ഇൻറ്റ് എ എന്ന് കൊടുത്ത പോലെ പോയിൻ്റർ വേരിയബിൾ ആവുന്ന സമയത്ത് ഇൻറ്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർ കൊടുത്തിട്ട് എ കൊടുക്കും. അത് പോയിൻ്റർ വേരിയബിളാണ്. അപ്പോൾ ഈ പോയിൻ്റർ വേരിയബിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വേരിയബിളിൽ എ എന്ന് ഡിക്ലെയർ ചെയ്താൽ എ ഈക്വൽ ടു 5, അതിക്ക് എന്ത് ചെയ്യുക, 5 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുക. പക്ഷേ സ്റ്റാർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യുക, വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സായിരിക്കും സ്റ്റോർ ചെയ്യുക. മനസ്സിലായി? അപ്പോൾ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേരിയബിളാണ് പോയിൻ്റർ വേരിയബിൾ. ആ പോയിൻ്റർ വേരിയബിൾക്ക് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആംപ്രസൻറ്റ് സൈൻ യൂസ് ചെയ്യുന്നത് പോയിൻ്റർ ഓപ്പറേറ്ററിൽ. മനസ്സിലായില്ലേ? ദ പോയിൻ്റർ ഓപ്പറേറ്റർ ആൻഡ് സിമ്പിൾ ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദ അഡ്രസ് ഓഫ് ദി വേരിയബിൾ. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റാർ സിമ്പിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്ത വാല്യൂവിൻ്റെ ആ അഡ്രസ്സ് ഇല്ലേ, ആ അഡ്രസ്സിലെ വേരിയബിൾ ഉണ്ടല്ലോ അതിൽ സ്റ്റോർ ചെയ്ത വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പോയിൻ്റർ ഓപ്പറേറ്റർ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ആൻഡും സ്റ്റാറും. ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അഡ്രസ് ഓഫ് ദി വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. സ്റ്റാർ സിമ്പിൾ ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് വേരിയബിൾ ദാറ്റ് ഈസ് പോയിൻ്റർ ഈസ് പോയിൻറ്റിങ് ടു. അതായത് ആ പോയിൻ്റർ വേരിയബിൾ പോയിൻ്റ് ചെയ്യുന്ന വേരിയബിളിലുള്ള വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് മെമ്പർ ഓപ്പറേറ്റർ. മെമ്പർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോട്ടും ആരോ ആണ്. അതേപോലെ തന്നെ ഡോട്ട് ഓപ്പറേറ്റർ ഈസ് യൂസ് ടു നോർമലി ആക്സസ് മെമ്പർ ഓഫ് ദി സ്ട്രക്ചർ ഓർ യൂണിയൻ. ഇപ്പോൾ സ്ട്രക്ചർ യൂണിയൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ കുറേ വേരിയബിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ സ്ട്രക്റ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രക്ചറിൻ്റെ പേരാണ് സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റിൽ കുറേ വേരിയബിൾ ഉണ്ട്. ഇപ്പോൾ രജിസ്റ്റർ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ. അപ്പോൾ
നമുക്ക് ആ രജിസ്റ്റർ നമ്പർ നെയിമൊക്കെ കിട്ടണമെങ്കിൽ സ്ട്രക്ചറിൻ്റെ പേരെന്താ സ്റ്റുഡൻറ്റ് ഡോട്ട് REGNO അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ഡോട്ട് നെയിം. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഡോട്ട് ഓപ്പറേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഈ രജിസ്റ്റർ നമ്പറും നെയിമും എന്താണ്? ആ യൂണിയൻ അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ മെമ്പർ വേരിയബിളാണ്. ആ മെമ്പർ വേരിയബിൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡോട്ട് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്തത്. മനസ്സിലായില്ലേ? സ്ട്രക്ചറിൻ്റെ പേരെന്താ? സ്റ്റുഡൻറ്റ് ഡോട്ട് രജിസ്റ്റർ നമ്പർ, സ്റ്റുഡൻറ്റ് ഡോട്ട് കണ്ടോ. അപ്പോൾ ആ ഡോട്ട് ഓപ്പറേറ്റർ ആയിട്ട് മെമ്പർ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. The arrow operator exists to access the member of the structure or union using pointer. പോയിൻ്റർ ഉപയോഗിച്ച്, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല പോയിൻ്റർ വേരിയബിൾ, അങ്ങനെ പോയിൻ്റർ വേരിയബിൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? മെമ്പർ വേരിയബിൾ ആക്സസ് ചെയ്യുക. അങ്ങനത്തെ ഒരു ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? ആരോ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ പോയിൻ്റർ വേരിയബിളും അതേപോലെ തന്നെ യൂണിയനും സ്ട്രക്ചറൊക്കെ നമുക്ക് ടോപ്പിക്കായിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ അതും നമ്മൾ ആ സമയത്ത് വിശദമായിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റർ, സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സിൽ എന്താണ് ഓപ്പറേറ്റർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തത് നമ്മൾ വരുന്നത് കോമ ഓപ്പറേറ്ററാണ് അല്ലേ. കോമ ഓപ്പറേറ്റർ ക്യാൻ ബി യൂസ്ഡ് ടു ലിങ്ക് ദ റിലേറ്റഡ് എക്സ്പ്രഷൻ Comma operator can be used to link the related expression together. അപ്പോൾ ഒന്നുകൂടി നമുക്കിവിടെ താഴെ പറയാം. നമുക്ക് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടി കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നോക്കിയേ, താഴെ നോക്കിയേ, വാല്യൂ ഈക്വൽ ടു x ഈക്വൽ ടു 10, y ഈക്വൽ ടു 5, x പ്ലസ് y. ഇപ്പം ഇവിടെ നോക്കിയേ, നമ്മൾ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടില്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. കോമ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. a ഈക്വൽ ടു 10, എയിൽ 10 സ്റ്റോർ ചെയ്തു, വൈയിൽ എന്ത് ചെയ്തു? 5, എക്സിൽ 10 സ്റ്റോർ ചെയ്തു, വൈയിൽ 5 സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമ്മളൊരു എക്സ്പ്രഷൻ പറയുകയാണ് x പ്ലസ് y. അപ്പോൾ ഈ എക്സ്പ്രഷന്, അതായത് ഈ ലൈൻ എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്യൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എന്ത് ചെയ്യുക? ഇവാലുവേഷൻ നടക്കുക. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇതിൻ്റെ ഇവാലുവേഷൻ നടക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൽ 10ഉം 5ഉം ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ എന്ത് ചെയ്തു? ആഡ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? വാല്യൂ എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്യാണ് ചെയ്യുക. ഫൈനലി ദ വാല്യൂ എന്നുള്ള വേരിയബിൾ എന്തായിരിക്കും ഉണ്ടാവുക? 15 എന്നുള്ള വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. മനസ്സിലായില്ല? അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും? എക്സ് എന്നുള്ള 10 എന്നുള്ള വാല്യൂ എക്സിൽ സ്റ്റോർ ചെയ്യും. പിന്നെ രണ്ടാമത് എന്ത് ചെയ്യും? 5 എന്നുള്ള വാല്യൂ വൈയിൽ സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? എക്സ് പ്ലസ് വൈ. അപ്പോൾ എക്സിൽ എന്താ വാല്യൂ ഉള്ളത്? 10, വൈയിൽ എന്താ വാല്യൂ ഉള്ളത്? 5. രണ്ടും പ്ലസ് ചെയ്തിട്ട് അത് വാല്യൂവിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കോമ ഓപ്പറേറ്റർ. മനസ്സിലായില്ലേ? എന്താ കോമ ഓപ്പറേറ്റർ എന്നുള്ളതാണ്. കോമ ഓപ്പറേറ്റർ ലിങ്ക്ഡ് ലിസ്റ്റ് ഓഫ് expression are evaluated left to right and the value of rightmost expression is the value of the combined expression. അപ്പോൾ ഇവാലുവേഷൻ നടക്കുക എന്ത് ചെയ്യുക? ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. പക്ഷെ ഇതിൻ്റെ റിസൾട്ട് ആ വേരിയബിൾ ഏതായിരിക്കും? റൈറ്റ് മോസ്റ്റ് എക്സ്പ്രഷനിലുള്ളതാണ്. അതായത് എക്സ് പ്ലസ് വൈയിൽ എന്താണോ ഇതിൽ ഓപ്പറേറ്റർ. ഇപ്പോൾ എക്സ് മൈനസ് വൈ ആണെച്ചെങ്കിലോ 5 ആയിരിക്കും വാല്യൂവിലുണ്ടാവുക. എക്സ് ഇൻറ്റു 5 വൈ ആണെച്ചെങ്കിലോ 50 ആയിരിക്കും ഉണ്ടാവുക. അതിൽ വാല്യൂവിലുള്ള റിസൾട്ട് എന്തായിരിക്കും? ഈ റൈറ്റ് മോസ്റ്റിലുള്ള എക്സ്പ്രഷൻ്റെ റിസൾട്ട് ആയിരിക്കും അതിലുണ്ടാവുക. പക്ഷേ ഇതിൻ്റെ ഇവാലുവേഷൻ നടക്കുക എവിടുന്നാണ്? എക്സ് ഈക്വൽ ടു 10, വൈ ഇസ് ഈക്വൽ ടു 5 അങ്ങനെ ആയിരിക്കും നടക്കുക എന്നാണ് അവിടെ പറഞ്ഞത്. മനസ്സിലായില്ലേ? അടുത്തത് സൈസ് ഓഫ് ഓപ്പറേറ്ററാണ്. സൈസ് ഓഫ് ഓപ്പറേറ്റർ എന്തിനാണ് യൂസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, അത് സൈസ് ഓഫ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഓരോ വേരിയബിളിൻ്റെ അതിൻ്റെ സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. മനസ്സിലായി? സൈസ് ഓഫ് ഓപ്പറേറ്റർ ഈസ് നോർമലി യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ലെങ്ത് ഓഫ് അറേ ആൻഡ് സ്ട്രക്ചർ വെയർ ദെയർ ബി അസൈൻ നോർമലി ദ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത വേരിയബിൾ അറേ അല്ലെങ്കിൽ സ്ട്രക്ചർ അതിൻ്റെ സൈസ് എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് സൈസ് ഓഫ് എന്നുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ താഴെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതൊക്കെ എം ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് സമ്മ്. അപ്പോൾ സമ്മ് എന്നുള്ള വേരിയബിളിൻ്റെ എന്താണ് അതിൻ്റെ സൈസ് എന്നുള്ളത് എന്ത് ചെയ്യും? എം എന്നുള്ള വേരിയബിൾ കിട്ടും. മെമ്മറി സൈസാണ് പറയുന്നത് കേട്ടോ. ഇറ്റ് ആൾസോ യൂസ്ഡ് ടു അലോക്കേറ്റ് മെമ്മറി സ്പേസ് ഡൈനാമിക്കലി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഒരു വേരിയബിളിൻ്റെ മെമ്മറി നമുക്ക് എന്ത് ചെയ്യാം? അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ അത് എത്രയാണെന്നില്ല അതിൻ്റെ സൈസ് എന്നില്ല നമുക്കറിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? ആ വേരിയബിളിൻ്റെ
ഇതെന്ത് ചെയ്യുക, നമ്മളിങ്ങനെ സൈസ് ഓഫ് നിൽ ഓപ്പറേറ്ററിൻ്റെ ഉള്ളിൽ ആ വേരിയബിൾ കൊടുത്തിട്ട് അതിനെന്താണോ മെമ്മറി വരുന്നത് അതെന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്യും. മനസ്സിലായി? അതിന് വേണ്ടിയിട്ടാണ് സൈസ് ഓഫ് നിൽ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ഇൻ അരിതമെറ്റിക് ലോജിക്കൽ യൂണിറ്റ്, അതായത് CPU, മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ലൈക്ക് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആർ ഡൺ ഇൻ ബിറ്റ് ലെവൽ. ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആയിട്ടാണ് ഇതിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് CPU-ൽ, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്, അതായത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനത്തെ ഒക്കെ എന്ത് ചെയ്യാം, ബിറ്റ് വൈസ് ആയിട്ടുള്ളൊരു ഓപ്പറേഷനായിട്ടാണ് അവിടെ നടക്കുന്നത്, CPU-ൽ നടക്കുന്നത്. അപ്പോൾ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേറ്ററാണ്. അതേപോലെ തന്നെ ബിറ്റ് വൈസ് ഓർ, അതായത് നമ്മൾ ഒരു സിംഗിൾ ആൻഡ് ഇട്ട് കഴിഞ്ഞാൽ അത് ബിറ്റ് വൈസ് ആണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു പൈപ്പ് സൈൻ ഇട്ട് കഴിഞ്ഞാൽ ബിറ്റ് വൈസ് ഓറാണ്. അതേപോലെ തന്നെ XOR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഷിഫ്റ്റ് 6 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നില്ലേ അത് നമ്മൾ എന്ത് ചെയ്യാം, ബിറ്റ് വൈസ് XOR എന്നാണ് പറയുക. അതേപോലെ തന്നെ ഷിഫ്റ്റ് ലെഫ്റ്റ് 2 ലെസ് ദാൻ സൈൻ, അതേപോലെ തന്നെ ഷിഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. 1 2 3 4 5 എണ്ണമാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. എന്താണ് ബിറ്റ് വൈസ് ഏതൊക്കെയാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള രൂപത്തിൽ ചോദിക്കുള്ളൂ. ഇതൊന്നും ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെ ചോദിക്കാറില്ല. ഓപ്പറേറ്റേഴ്സ് ചോദിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഇതേപോലെ എഴുതി പോയാൽ മതി, അല്ലാതെ ഇവിടുന്ന് കൂടുതലായിട്ടൊന്നും ചോദിക്കൊന്നുമില്ല. ഓപ്പറേറ്റേഴ്സ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എഴുതി പോകേണ്ടി വരും. ഓക്കെ. ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാം, ഓപ്പറേറ്റേഴ്സ് കഴിഞ്ഞു. ഇനി അരിതമെറ്റിക് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെയാണ്, അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ഓക്കെ.